ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നമ്മുടെ ഈദിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ് കേട്ടോ. ഞങ്ങൾ ഈദിനാണ് ഇത് ഉണ്ടാക്കിയിരുന്നത്. നല്ല ടേസ്റ്റുണ്ട്. ഈസി ആയിട്ട് ഒരു സേമിയയും പിന്നെ നമ്മുടെ പാലും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് ദിവസമൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്തിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 2 ലിറ്റർ പാലാണ് കേട്ടോ. അതൊരു പാനിൽ വെച്ച് നന്നായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമ്മൾ 1.5 കപ്പ് എടുത്ത് 1 കപ്പ് 1.5 കപ്പ് വരെയൊക്കെ സേമിയ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നല്ല തിന്നായിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് മറ്റ് സാധാ സേമിയ വേണമെങ്കിൽ അത് കൊടുക്കാം. അതൊന്ന് പൊടിച്ചിട്ട് നമുക്കതിൽ ഇട്ട് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലിൽ മിക്സാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ സേമിയയും പാലൊക്കെ നന്നായി തിളച്ച് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ള് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം. ഞാൻ ബാക്കി പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ 1 കപ്പ് 1.5 കപ്പ് എടുത്ത് പഞ്ചസാര വേണമെങ്കിൽ ഇടാം. കാരണം ഇത് കട്ടിയായിട്ടുള്ള തിക്കായിട്ടുള്ള ബാറ്ററായി മാറും. അപ്പോൾ നമുക്ക് ഐസ് വാട്ടർ ഒഴിച്ച് മിക്സ് ചെയ്യാം. ഞാൻ അതിലേക്ക് ആ കസ്റ്റാർഡിൻ്റെ ഒരു മിൽക്ക് മിക്സ് ചെയ്താൽ അത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക്. അപ്പം ഇനി അത് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക സിമ്മിലിട്ടിട്ട്. കാരണം കസ്റ്റാർഡ് വേഗം കട്ടയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായി തിക്കാക്കിയതിന് ശേഷം നമ്മൾ ചൂടാറാൻ വേണ്ടി വെക്കുക. ചൂടാറിയതിന് ശേഷം നമ്മുടെ കസ്കസ് വെള്ളത്തിൽ കുതിർത്തിയതാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി ഞാൻ ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് മധുരം കൂടുതലുണ്ടെങ്കിൽ ഐസ് വാട്ടർ ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കാം. നമ്മളങ്ങനെ ഐസ് വാട്ടർ ഒഴിച്ചിട്ട് കട്ട ഇട്ടിട്ടൊക്കെ ഐസ് ക്യൂബ്സൊക്കെ ഇട്ടിട്ട് മിക്സാക്കിയിട്ടാണ് കുടിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം.